ബസ് കാത്തുനിന്ന 61-കാരന് നേരെ യുവാവിന്റെ മർദ്ദനം. ആലപ്പുഴ പുന്നപ്രയിലാണ് സംഭവം. യുവാവിന്റെ ബൈക്കിൽ കയറുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ആക്രമണമുണ്ടായതെന്ന് ഇരയായ ഓമനക്കുട്ടൻ പറഞ്ഞു. ആലപ്പുഴ പുന്നപ്രയിൽ ബസ് കാത്തുനിന്ന ഗൃഹനാഥന് നേരെയാണ് യുവാവിന്റെ ആക്രമണം. യുവാവിന്റെ ബൈക്കിൽ കയറാൻ വിസമ്മതിച്ചതിൽ പ്രകോപിതനായാണ് ആക്രമിച്ചത്. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വണ്ടാനം ഇടത്തിൽ വീട്ടിൽ 61-കാരനായ ഓമനക്കുട്ടന് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. ദേശീയപാതയിൽ കുറവൻതോട് ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഓമനക്കുട്ടനോട് ബൈക്കിലെത്തിയ യുവാവ് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടു. യുവാവിനെ പരിചയമില്ലാത്തതിനാൽ വിസമ്മതിച്ചു. ഇതോടെ യുവാവ് ആക്രമിക്കുകയായിരുന്നുവെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി 9:45 ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് ഈ കടയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ സ്കൂട്ടറിൽ നിന്ന് തെക്കുന്ന് വടക്കോട്ട് പോവാണ്. ആ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ടിയെ കയറാൻ പറയും. എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ആളെ പറഞ്ഞു വിട്ടു. അപ്പം കുറച്ചങ്ങോട്ട് മാറിയിട്ട് അയാൾ ആ വണ്ടി നിർത്തിയിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കോളറെ പിടിച്ചപ്പോൾ ഞാൻ കൈ ഇങ്ങനെ തട്ടി മാറ്റിയപ്പോൾ ഇയാൾ നേരെ എൻ്റെ കണ്ണിനിട്ട് ഇടിച്ച് എൻ്റെ കണ്ണ് ഡാമേജ് ആയിട്ട്. ഇയാൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ അടുത്ത കടയുണ്ട് ബേക്കറി. ആ ബേക്കറിയിൽ അന്വേഷിച്ചപ്പം ബേക്കറിയിലെ പുള്ളി പറഞ്ഞു, ഇവൻ സ്ഥിരം ക്രിമിനൽ പരിപാടി, ഇവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ മുമ്പ് തന്നെ ഇവിടെ പല കടകളിലും കയറി ഇങ്ങനെ ആക്രമണം നടത്തുന്ന മൈൻഡാണ്. ഈ സബിത ബേക്കറിയിൽ ഒരു മാസം മുമ്പ് കയറി അവൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കംപ്ലൈൻറ്റുണ്ട്. സ്ഥിരമായിട്ട് പലരെയും ഇങ്ങനെ ദ്രോഹിക്കുകയാണ്, സാമൂഹ്യ ദ്രോഹിയാണെന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് കാണിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് സഹിതം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു. ആക്രമണത്തിൽ കണ്ണിന് സാരമായി പരിക്കേറ്റ ഓമനക്കുട്ടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പുന്നപ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ വണ്ടാനം ചൂളപ്പറമ്പിൽ അഷ്കറാണ് ആക്രമണം നടത്തിയതെന്ന് കണ്ടെത്തി. ഏതാനും മാസം മുൻപ് കുറവൻതോട് ഒരു ബേക്കറിയിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് അഷ്കർ. ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.